നമസ്കാരം. ധനുസ് സ്പീസ് ടിപ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PSC എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തത്, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, പാരീസിലെ ബാസ്റ്റിൽ കോട്ടയുടെ പതനം. 2, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം. 3, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇതിൻ്റെ കാലഗണന രീതി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 2, 1, 3 എന്നിവയാണ് കാലഗണനാക്രമം. ആൻസർ ഓപ്ഷൻ എ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ ഉദയംപേരൂർ സുന്നഹദോസ്. ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ സി കുറിച്യ കലാപം. ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആൻസർ കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് കുളച്ചൽ യുദ്ധം. പോളാവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പോളാവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ ഗോദാവരി നദിയിലാണ് പോളാവാരം ജലസേചന പദ്ധതി. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? പ്രസ്താവന 1, ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്താഹ് അൽ സീസും ആണ് അധ്യക്ഷത വഹിച്ചത്. നമ്പർ 3, ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനമെടുത്തില്ല. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തതും രണ്ടാമത്തതും ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉം. അതായത് ഗാസ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്താഹ് അൽ സീസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. ഗൽസ യുദ്ധത്തിലെ ശരിയായ പ്രസ്താവനകൾ അതൊക്കെയാണ്, 2 ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെല്ലാമാണ്? പ്രസ്താവന 1, ഹിതകാരണി സമാജം വീരേശലിംഗം. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഒന്നാമത്തതും രണ്ടാമത്തതും ശരിയായ ജോഡികളാണ്. അതായത് ഹിതകാരണി സമാജം വീരേശലിംഗം എഴുതിയതാണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കരുടേതാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. അടുത്തത്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? 1, ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത്. 2, ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. 3, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, രണ്ടാമത്തത് മാത്രം. അതായത് ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടി ആയിരുന്നു. ചമ്പാരൻ 1917. നെക്സ്റ്റ്, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? വാവുവേലിയാണ് ഭൂമിയും സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. അടുത്തത്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി ആണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്?
ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് ഖാദർ. അന്തരീക്ഷ ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ അന്തരീക്ഷ ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം. ഹൈഗ്രോമീറ്റർ അന്തരീക്ഷ ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം. പകരത്ത് സൂര്യതാപമേറ്റ് പർവ്വതചരിവിലെ വായു വികസിച്ച് ഉയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? താഴ്വരക്കാറ്റ്. താഴ്വരക്കാറ്റ്. താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് വീശുന്ന കാറ്റ് അറിയപ്പെടുന്നത് താഴ്വരക്കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇ. സന്തോഷ് കുമാർ. ഇ. സന്തോഷ് കുമാർ 2025 വയലാർ സാഹിത്യ പുരസ്കാര ജേതാവ്. ഇ. സന്തോഷ് കുമാർ 2025 വയലാർ സാഹിത്യ പുരസ്കാര ജേതാവ്. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? കോളനി ഭരണം. പ്രസ്താവന 1 കാർഷിക മേഖല മുരടിപ്പിക്കലായിരുന്നു. 2 കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യവിളകളിൽ നിന്നും ഭക്ഷ്യവിളകളിലേക്ക് ആകർഷിച്ചു. 3 ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിൻ്റെ പ്രധാന കാരണമായി. ഇതിൽ കോളനി ഭരണകാലത്തെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന ശരി 1ഉം 3ഉമാണ് പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. കാർഷിക മേഖല മുരടിപ്പിക്കുന്നതായിരുന്നു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിൻ്റെ പ്രധാന കാരണമായി. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു, സ്റ്റാഗ്നേഷൻ എന്ന് പറയാം. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിൻ്റെ പ്രധാന കാരണമായിരുന്നു. അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചത്. ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 1970 പകുതി മുതൽ 1980 മുതൽ 70 മുതൽ 80 വരെ. 70 പകുതി മുതൽ 80 പകുതി വരെയാണ് ഹരിത വിപ്ലവം 2ാം ഘട്ടം. 1970 പകുതി മുതൽ 80 പകുതി വരെയാണ് ഹരിത വിപ്ലവം 2ാം ഘട്ടം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. പ്രസ്താവന 1 ലോക വ്യാപാര സംഘടന WTO 1991 നിലവിൽ വന്നു. ഗാട്ടിൻ്റെ പിൻഗാമിയായിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ശരിയായ ഉത്തരം ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 2, 3 ശരിയായ ഉത്തരമാണ്. ഗാട്ടിൻ്റെ പിൻഗാമി WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948. WTO ഗാട്ട് 1948. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇതെല്ലാമാണ്. അതായത് ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകമാണ്. ശിശുമരണം, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട, നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതാണ് യോജിക്കാത്ത പ്രസ്താവന. നമ്മൾക്ക് നീതി ആയോഗിനെ കുറിച്ച് കൂടുതൽ പോയിന്റ്സ് നോക്കാം. 3 പോയിന്റ്സ് കൂടി വായിക്കാം. സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ്.
ഒന്നുകൂടി ഡി വായിക്കാം. നീതി ആയോഗ് ഊന്നൽ കൊടുക്കുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും. സാങ്കേതിക വിദ്യ, നീതി ആയോഗ് സാങ്കേതിക വിദ്യ പദ്ധതി എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. 2023 ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നാണ് G20 പ്രസിഡൻസിയുടെ പ്രമേയം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ആൻസർ ഓപ്ഷൻ ബി, 2002. 6 to 14 വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 2002 വർഷത്തെ ഭരണഘടനാ ഭേദഗതി മൂലം ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്തത്, താഴ്ത്തുനിന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. ബാക്കി 3 ഒന്ന് വായിച്ചു നോക്കാം. അനുച്ഛേദം 44 എന്ന് പറയുന്നത് സിവിൽ നിയമസംഹിതകളാണ്. 44 സിവിൽ നിയമസംഹിത. 63 അനുച്ഛേദം 63 ഭാരതത്തിനൊരു ഉപരാഷ്ട്രപതി വേണം എന്നുള്ളതാണ്. അനുച്ഛേദം 79 പാർലമെന്റ് രൂപീകരണം. ഒന്നുകൂടി, അനുച്ഛേദം 79 പാർലമെന്റ് രൂപീകരണം. അനുച്ഛേദം 63 ഭാരതത്തിനൊരു ഉപരാഷ്ട്രപതി. അനുച്ഛേദം 44 സിവിൽ നിയമസംഹിത. ഓക്കെ. ഒരു ബിൽ പണബിൽ, അതായത് മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഒരു ബിൽ പണബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറിൻ്റെ കയ്യിലാണ് ഒരു മണി ബിൽ അല്ലെങ്കിൽ പണബിൽ അല്ലെങ്കിൽ ഒരു ബില്ല് കൊടുക്കുമ്പോൾ ആ ബില്ല് പണബില്ലാണോ അല്ല, അതായത് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ്. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ആൻസർ 20 വർഷം. വിവരാവകാശ നിയമപ്രകാരം 20 വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഏതാണ്? ഓപ്ഷൻ ബി ആൻസറാണ്. മൾബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. മൾബറി വേഴ്സസ് മാഡിസൺ. മൾബറി വേഴ്സസ് മാഡിസൺ കേസ്. മൾബറി വേഴ്സസ് മാഡിസൺ ആണ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ ആദ്യം അവതരിപ്പിച്ച കേസ് ഏതാണ്? മൾബറി വേഴ്സസ് മാഡിസൺ കേസ്. ജുഡീഷ്യൽ റിവ്യൂ ആദ്യം അവതരിപ്പിച്ച കേസ് ഏതാണ്? മൾബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. അടുത്ത തന്നിരിക്കുന്ന പ്രസ്താവന തെറ്റേതാണ്? തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ആൻസർ നമുക്ക് ഏത് വരാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം തെറ്റ് പ്രസ്താവനകളാണ്. ശരി മാത്രം പഠിച്ചിട്ട് പോകാം. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് ഓർക്കുക. ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലെ അംഗമല്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗം അല്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ അനുച്ഛേദം 26 ആണ്. അനുച്ഛേദം 26 ആണ് മതങ്ങളെ സംബന്ധിച്ച്. മതപരമായ ആശയങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 26. പ്രൊറോഗേഷൻ എന്നത് എന്താണ്? പ്രൊറോഗേഷൻ എന്നത് ഒരു സെഷൻ അവസാനിക്കുന്നു എന്നതിന് പറയുന്ന പേരാണ് പ്രൊറോഗേഷൻ. ഒരു സെഷൻ അവസാനിക്കുന്നു, അതാണ് പ്രൊറോഗേഷൻ. ഒരു സെഷൻ അവസാനിക്കുന്നു, പ്രൊറോഗേഷൻ. താഴ്ത്തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകം ആയി അംഗീകരിച്ചിരിക്കുന്നത്? നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത് ആൻസർ രാജ്കുമാർ റാവു. രാജ്കുമാർ റാവു.
നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ആൻസർ 1,00,000 രൂപ. ഓപ്ഷൻ ബി 1,00,000 രൂപ. 1,00,000 രൂപ. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് KC, ശ്രീമതി KC റോസക്കുട്ടി. ശ്രീമതി KC റോസക്കുട്ടി. ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ആയിരുന്ന ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി KC റോസക്കുട്ടി. അടുത്തത്, തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം. സുകൃതം. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. P. സച്ചിദാനന്ദൻ്റെ ഏത് നോവലിലാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? P. സച്ചിദാനന്ദൻ്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ആൻസർ മരണ സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റ്. സച്ചിദാനന്ദൻ്റെ മരണ സർട്ടിഫിക്കറ്റിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് കൊടുക്കാത്തത്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ. ക്ലോറോഫ്ലൂറോ കാർബൺ, CFC. ഫ്രിഡ്ജുകളിൽ നിന്നും മറ്റും പുറത്തേക്ക് വമിക്കുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ, CFC. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഇവിടെ മലേറിയ. മലേറിയ ആണ്. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന പ്രോട്ടോസോവൻസ് അല്ലേ. ബാക്കി അമിതഭാരം, പ്രമേഹവും ക്യാൻസറും ഒക്കെ ജീവിതശൈലിയുമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. മലേറിയ എന്ന് പറയുമ്പോൾ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന പ്രോട്ടോസോവൻ വരുത്തുന്ന അസുഖമാണ്. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പിത്താശയത്തിൽ നിന്നുമാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുക. പിത്താശയത്തിൽ നിന്നുമാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുക. ഇനി അതും ദഹനത്തിന് സഹായിക്കുന്ന വസ്തുക്കളാണ്. സൺഷൈൻ വിറ്റമിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം. സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ആരാണ്? സൺഷൈൻ വിറ്റമിൻ അല്ലേ. സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം D ആണ് സൺഷൈൻ വിറ്റമിൻ എന്ന് പറയാം. ആൻറ്റി റിക്കറ്റ്സ് വിറ്റമിൻ, സൺഷൈൻ വിറ്റമിൻ ഒക്കെ ജീവകം D ആണ്. നെക്സ്റ്റ്, പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണമാണ്? സ്തനാർബുദം. റെഡ് റിബൺ ആണ് എയ്ഡ്സ്. പിങ്ക് റിബൺ സ്തനാർബുദം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനി. മരണാനന്തര അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഏതിലൊക്കെയാണ്? പാസ്കൽ നിയമം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ, ഇവിടെയെല്ലാം പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നു. സിറിഞ്ചിൻ്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിലും ദന്ത ഡോക്ടറിൻ്റെ കസേരകളിലുമൊക്കെ പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് എല്ലാം ശരിയല്ലാത്തതാണ്. അപ്പോൾ ഒരു പോയിന്റ് മാത്രം നോക്കാം. മൂന്നാമത്തെ പോയിന്റ് അല്ലേ, പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ, റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. അടുത്തത്, 20 കിലോഗ്രാം ഭാരമുള്ളൊരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്താണ്?
4000 ജൂളാണ് അവിടെ കൊടുത്തേക്കുന്നത്. 4000 ജൂളാണ് അവിടെ കൊടുത്തേക്കുന്നത്. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03 അതുമായി ബന്ധപ്പെട്ട് ശരിയായി തിരഞ്ഞെടുക്കുക. ISRO ഭ്രമണത്തിൽ കൊണ്ടുവന്ന സ്പേസ് ക്രാഫ്റ്റ് CMS-03 അതിൻ്റെ കറക്റ്റ് എന്തൊക്കെയാണ് വരിക, അതിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായതൊക്കെ. നമുക്കത് മാത്രം വായിക്കാം. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. അതുപോലെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഒന്നുകൂടി, സ്പേസ് ക്രാഫ്റ്റ് CMS-03 എന്ന് പറയുന്നത് അതിനുവേണ്ടി LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റ് ഉപയോഗിച്ചു. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. സ്പേസ് ക്രാഫ്റ്റ് CMS ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റ് ഉപയോഗിച്ചു. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകൾ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? അത് ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം പ്രസ്താവനകൾ ഇവിടെ ശരിയാണ്. N3 L2 M1 എന്നുള്ളതും 4ാമത്തെ പ്രസ്താവന N3 L2 M0 എന്നതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണത്തിനാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അല്ലേ? ഓക്സിജൻ ഏറ്റവും കൂടുതൽ, നൈട്രജൻ്റെ കുറവ് അല്ല, അങ്ങനെ കുറഞ്ഞ് ബോറോൺ ആണ് കുറവ് വരിക. ആ അയോണീകരണ ഊർജ്ജത്തിൻ്റെ ആരോഹണ ക്രമമാണിത്. ഓക്സിജൻ കൂടുതൽ, നൈട്രജൻ പിന്നെ അതിൻ്റെ കുറവ്, അങ്ങനെ പോകുന്നു. അയോണീകരണ ഊർജ്ജത്തിൻ്റെ ആരോഹണ ക്രമമാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ്, ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനം ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ജോൺ എം മാർട്ടിനസ്. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തവുമായി അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നീലക്കുയിൽ. കിളിപ്പാട്ട് വൃത്തവുമായി അറിയപ്പെടുന്നത് ഏതാണ്? കിളിപ്പാട്ട് വൃത്തം. ഓപ്ഷൻ എ തരംഗിണി, നദോന്നത, മന്ദാക്രാന്ത, കേക. അതിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കേകയാണ്. കിളിപ്പാട്ട് വൃത്തം എപ്പോഴും കേക. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേരെന്താണ്? മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര് എന്താണ്? ആൻസർ വിഗതകുമാരൻ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇശൽ എന്നാണ്. ഇശലുകൾ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ. തക് ബുർണി എന്ന സമകാല നോവൽ രചിച്ചത് ആരാണ്? വന്ദന. തക് ബുർണി, വന്ദന. മാത്സ് പോർഷൻസ് ആണ്. 1/2² ½ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു സെക്കൻഡ് 1 മണിക്കൂറിൻ്റെ എത്ര ദശാംശമാണ്? ആൻസർ ഓപ്ഷൻ സി. 4ൻ്റെ ആദ്യത്തെ 4 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 10. 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 3:4 അവയുടെ ഗുണനഫലം 1728 ആയാൽ ചെറിയ സംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ. x ഒരു പോസിറ്റീവ് രേഖീയ സംഖ്യ ആയാൽ 3x + 3(1 - x)ൻ്റെ ഏറ്റവും കുറഞ്ഞ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 2√3. ചോദ്യചിഹ്നം ഉള്ള ഭാഗത്തെ സംഖ്യ കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി. പൂരിപ്പിക്കുക. ഓക്ക് ട്രീ ആണെങ്കിൽ റോസ് എന്തായിരിക്കും? ഫ്ലവർ ആണ്. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഡ്രൈവിംഗ് ആണ്.
ഒരു ക്ലോക്കിലെ 5 മണിയിലേക്ക് ചൂണ്ടുന്ന സൂചികൾക്കിടയിലുള്ള കോണളവ് 180 ഡിഗ്രി. അനുയോജ്യമായ വാക്ക് ചേർത്ത് പൂരിപ്പിക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വന്നേക്കുന്നത്. ആൻസർ കീയില്ല. നെക്സ്റ്റ്, പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ഒന്നാമത്തതാണ് ശരി. ദേശീയ തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി 1972 പ്രോജക്ട് ടൈഗർ ആരംഭിക്കുന്നത്. ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ആൻസർ വന്യജീവി സംരക്ഷണ നിയമം. ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമം മൂലമാണ്. വന്യജീവി സംരക്ഷണ നിയമം മൂലമാണ് ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുക. അടുത്തത്, എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർവ് ആനമുടിയാണ്. നിലമ്പൂർ എലിഫന്റ് റിസർവിൻ്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർവ് ആനമുടി. നിലമ്പൂർ എലിഫന്റ് റിസർവിൻ്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവ് ഏതാണ്? ആൻസർ നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവ് ഏതാണ്? നീലഗിരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാപനത്തിൻ്റെ സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3. ആഗോളതാപനത്തിൻ്റെ സൂചകങ്ങൾ ഏതാണ്? സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കരിമ്പുഴ വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉമാണ്. ചോല നായ്ക്കന്മാർ താമസിച്ചിരുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിൻ്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു. ചോല നായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിൻ്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു. ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ട്രാഫിക്. നോ, ഡോണ്ട് ട്രൈ ട്രബിൾ. ഡോണ്ട് ബൈ ട്രബിൾ. ഡോണ്ട് ബൈ ട്രബിൾ, ട്രാഫിക്. IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? അത് ഒന്നാമത്തത് മലബാർ വെരുക, മലബാർ സിവറ്റ്, മലബാർ കിവറ്റ്. കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് 3ഉം ശരിയായ പ്രസ്താവനയാണ്. കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിൻ്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്ററാണ്. 1.5 ചതുരശ്ര കിലോമീറ്ററാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ജനുവരി 5 ഏതാണ്? ദേശീയ പക്ഷി ദിനം. ജനുവരി 5 ദേശീയ പക്ഷി ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 22 ഭൗമദിനം. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം.
അന്താരാഷ്ട്ര ഓസോൺ ദിനം. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഒന്നുകൂടി, ജനുവരി 5 ദേശീയ പക്ഷി ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുംപടി ചേർത്ത് പൂരിപ്പിക്കുക. ആൻസർ ഇവിടെയും ഓപ്ഷൻ എ ആണ് വന്നേക്കുന്നത്. ഇന്ത്യൻ വന നിയമം 1927. ഇന്ത്യൻ വന നിയമം. വന്യജീവി സംരക്ഷണ നിയമം 1972. വന്യജീവി സംരക്ഷണ നിയമം 72. കേരള വന നിയമം 61. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. വന നിയമം, ഇന്ത്യൻ വന നിയമം 27, വന്യജീവി സംരക്ഷണ നിയമം 72, കേരള വന നിയമം 61, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നി. ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടി ആയിരുന്നു? അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുക. ഓപ്പറേഷൻ തണ്ടർ 2023. അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുക. അടുത്തത്, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. UNEP-യുടെ പ്രഖ്യാപനമനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യയാണ്. UNEP സൗദി അറേബ്യ 2024. 2021 മുതൽ 30 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നു. 1972 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. ഒന്നുകൂടി, UNEP-യുടെ പ്രഖ്യാപനം അനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യ. 21-30 വരെ UNEP പരിസ്ഥിതി പുനഃസംഘടനാ ദശാബ്ദമായി ആചരിക്കുന്നു. 1972 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. താഴെ പറയുന്നവയിൽ പ്രോജക്റ്റ് എലിഫന്റ് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. ആൻസർ ഇത് 3. കാട്ടാനകളെയും അവയുടെ ആവാസ വ്യവസ്ഥയും ഇടനാഴികളും സംരക്ഷിക്കുക. മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക. പ്രോജക്റ്റ് എലിഫന്റ് ആണ്. കാട്ടാന ഇടനാഴികൾ സംരക്ഷിക്കുക, വന്യമൃഗവും മനുഷ്യരുമുള്ള സംഘർഷം ഒഴിവാക്കുക, പരിഹരിക്കുക, നാട്ടാനകളുടെ ക്ഷേമം പരിഹരിക്കുക, ഉറപ്പാക്കുക. പ്രോജക്റ്റ് എലിഫന്റ്. റെഡ് ഡേറ്റ ബുക്കിൽ സ്ഥാനം പിടിച്ച റെഡ് ഡേറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കാനാണ്? റെഡ് ഡേറ്റ ബുക്കിലെ കറുത്ത നിറം വംശം നാശം സംഭവിച്ചവരാണ്. റെഡ് ഡേറ്റ ബുക്കിലെ കറുത്ത നിറം വംശനാശം സംഭവിച്ചവരെ സൂചിപ്പിക്കുന്നു. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ആ ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ എന്ന് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി അതെന്നാണ്. സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥനാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട ഇനി പറയുന്നവ പൊരുത്തപ്പെടുക. ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 66C ഒന്നാമത്തത്, സെക്ഷൻ 66E മൂന്നാമത്തത് സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ, 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ.
ഓക്കെ. നെക്സ്റ്റ് ഇംഗ്ലീഷ്. either you or I dash to choose the post. either you or I dash to choose the post. ആൻസർ ഓപ്ഷൻ ബി ആണ് ആം. 2. the passive form of you need not submit the document. ആൻസർ ഓപ്ഷൻ സി ആണ്. the document need not be submitted. there were not ashamed dash hug each other. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. she will dash the position of a manager tomorrow. ആൻസർ ഓപ്ഷൻ ഡി. take up. നെക്സ്റ്റ് വൺ. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. 86. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. ഓപ്ഷൻ കുഡ് റൈറ്റ്. ഐ കുഡ് റൈറ്റ് ലെറ്റർ ടു ഹെർ. സിനോണിംസ് ഓഫ് സ്കംബ്. സിനോണിം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സിനോണിം വരുന്നത് സി. ബോത്ത് ഒന്നും രണ്ടും, ഈൽഡും റെലൻറ്റും സിനോണിം. ഐ ആസ്ക്ഡ് ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുക. ആൻസർ ഓപ്ഷൻ ഡി. ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ഓൺ ദാറ്റ് ഡേ. നെക്സ്റ്റ്. ദ ഇഡിയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് അവോയ്ഡിങ് ദ മെയിൻ ഇഷ്യൂ ആൻഡ് സ്പീക്ക് ഡയറക്ട്ലി. ആൻസർ ഓപ്ഷൻ സി. ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ബീറ്റ് അറൗണ്ട് ദ ബുഷ്. നെക്സ്റ്റ് മലയാളമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതൊക്കെയാണ്? ശരിയായ പദം അധിരൻ. ഓപ്ഷൻ ബി ആണ് ശരിയായ പദം അധിരൻ. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം. ഉപക്രമത്തിൻ്റെ ഓപ്പോസിറ്റ് വിപരീതം എന്താണ്? ഉപസംഹാരം. ഉപക്രമം ഉപസംഹാരം. പൂവം എന്ന പദം പിരിച്ച് എഴുതുക. പൂവം എന്ന പദം പിരിച്ചെഴുതുക. പൂവമ്പിന് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരുന്നു? പൂ പ്ലസ് അമ്പ്. അടുത്തത് തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. സ്ത്രീലിംഗ ഉദാഹരണം ഏതാണ്? സ്ത്രീലിംഗം നങ്ങ്യാർ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? തൂലം. തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതാണ്? അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക. ഓപ്ഷൻ സി. വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്നത് കുടിക്കാൻ. പിപാസു. അടുത്തത് 10, 15 എന്ന പദത്തെ ഘടകപദങ്ങൾ ആക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 10ഓ 15ഓ. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ഉരുളയ്ക്ക് ഉപ്പേരി. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. നമസ്കാരം.